ഹായ് ഫ്രണ്ട്സ്, ഇത് ഫുൾ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ഓർക്കും ഞാനിവിടെ നിൽക്കുന്നതെന്നല്ലേ. ഞാൻ എൻ്റെ അമ്മ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോഴത്തേനും ഞാൻ ഇപ്പോൾ പറയുന്നതല്ല, ഞാൻ എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ അമ്മ വീട്ടിൽ ഇഷ്ടംപോലെ ചെടികളും അങ്ങനെ ഇങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ട്. ഫ്രണ്ടിലാണ് കേട്ടോ കൂടുതലുള്ളത്. ഇതിപ്പോൾ ഞാൻ ആ സൈഡിലെ ആ ഭാഗത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല വെയിലൊക്കെ ഉണ്ടായത് രസമുണ്ടല്ലേ. വെയിലൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവിടെ വന്ന് നിന്നതാണ്. അപ്പോഴത്തേനും അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോഴത്തേനും നമുക്ക് എന്നൊക്കെ ചെടി ഉണ്ടെന്ന് കാണാം. ഫസ്റ്റ് തന്നെ ഞാൻ കണ്ടത് ഇതാണ്. ഇത് ഈ പൊട്ടിപ്പോയ പാത്രത്തെയൊക്കെ ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ. കണ്ടോ, അതുപോലെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഇവിടെയുണ്ട്. ഇതിനകത്തെന്താ കുരു, ഇതിനകത്തെന്താ കുരുവാണ് വെച്ചത്. കണ്ടോ, ഈ കുരുവൊക്കെ അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇവിടെ ഒരു പായയുണ്ട്, അന്നത്തെ കൊലയുണ്ട് കേട്ടോ. പിന്നെ താഴെ അതിൻ്റെ കുഞ്ഞുങ്ങൾ. പിന്നെ ഇവിടെ ഒരു പേരയ്ക്കാമരമുണ്ട്. പിന്നെ ഇതെന്ന ചെടിയാണെന്ന് എനിക്കറിയില്ല. കേട്ടോ. ഇത് ഒരെണ്ണമുണ്ട്. ഇതിൻ്റെ പേരറിയാവുന്നവർ പറയണം കേട്ടോ. പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇല ഇരിക്കുന്നത്. ഇതിൻ്റെ ചെടി എനിക്കൊന്നാലും നീ അറിയില്ല, ഞാൻ തന്നെ ഇപ്പോഴായിരിക്കും കാണുന്നത്. പിന്നെ ഇതെനിക്കറിയാം. ഇതിനകത്തൊരു പൂവുണ്ടാവും, ഒരു വൈറ്റും പല സൈസുള്ള ഒരു പൂവുണ്ടാവും. അത് മാത്രം എനിക്കറിയാം, പേരറിയില്ല. പൂവുണ്ടാവുന്നതെന്ന് എനിക്കറിയാം. പിന്നെ ഉള്ളത് പിന്നെ ഇതുണ്ടോ, അയ്യോ ഒരു മിനിറ്റ്, ഇതൊരു ഇലയാണിത്. ഇതിങ്ങനെ ചിലക്കുമ്പോൾ ഒച്ച കേൾക്കും, അത് നല്ല രസം. എനിക്കൊരു അടിപൊളിയാണ് കേൾക്കാൻ. പിന്നെ ഇതുണ്ട്, ഇവിടെ ഇതുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് ഇതൊക്കെ ചെടികൾ, ഇങ്ങനത്തെ ചെടികളൊക്കെയാണ്. ഈ ചെടികൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ബട്ടർഫ്ലൈ പോലത്തെ. ഇതൊക്കെ മുട്ട് മാത്രമേ ഉള്ളൂ, ഒന്നും ഉണ്ടായിട്ടില്ല. ഇതുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് വെളുത്തൊക്കെ ഇഷ്ടംപോലെ ചെടി. അതുണ്ടോ, ചെടി. നമുക്ക് അതിന് അടുത്ത് പോവാമേ. അയ്യോ, കണ്ടത്. ഇതിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നിങ്ങളൊക്കെ വീട്ടിൽ കാണും, എൻ്റെ വീട്ടിലും ഉണ്ട്, പക്ഷെ എനിക്കറിയില്ല. എൻ്റെ അമ്മയ്ക്ക് അറിയാമായിരിക്കും, എൻ്റെ വീട്ടിലുണ്ട്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. ആ സൈഡിൽ അത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് ഇതുണ്ടോ, കാട് പിടിച്ച പോലെ കിടക്കുന്നത്. പക്ഷേ ദൂരെ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. അത് അവിടെ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നത് ഇവിടെ ഇങ്ങനെയാണ്. കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെയാണുള്ളത്. ഫസ്റ്റ് കണ്ടിട്ട് ഇതാണോ, കണ്ടോ, ഇതുണ്ട്. പിന്നെ ഇതുണ്ട്. ഇതൊക്കെ ചെമ്പരത്തി. ഈ കളറാണ്, വിരിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ കുറേ എണ്ണം ഞങ്ങൾ പൂക്കളുണ്ടായിരുന്നു. ഇതൊരു ഇലയാണ്. ഇതുണ്ട് ഇതിൻ്റെ കൂടെ റോസ് ഉണ്ട്, റോസ് ചെടിയുടെ. അത് ഏത് കളറെന്ന് എനിക്കറിയില്ല, എനിക്കൊന്ന് റെഡ് പിങ്ക് ആയിരിക്കും. പിന്നെ ഇതുണ്ടോ, ഇതെന്താ ചെടി, ഈ ചെടി അവൾ അവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കാർച്ചയാണ് നിങ്ങളിപ്പോൾ കേട്ടതെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ റോസാണ്. ഇതൊക്കെ ഇങ്ങനെ പടർന്നു പോകുന്ന റോസായതുകൊണ്ട് എവിടേക്കാണെന്നറിയില്ല, പല ഇങ്ങനെ സ്പ്രെഡായി കിടക്കുവാണ്. പിന്നെ ഇത് കണ്ടോ, ഇതൊരു വൈറ്റ്, ഇതിനൊരു പേര് പറയുമല്ലോ, ഒരു വൈറ്റ് ശംഖുഷ്പം. ശംഖുഷ്പം. ഇതൊക്കെ ചുളുങ്ങി പോയി, ഞാൻ പറിച്ചപ്പോൾ ചുളുങ്ങിപ്പോയതാണ്.
ശംഖുപുഷ്പം ഒന്നുകൂടെ പറഞ്ഞു. അയ്യോ അതെ, ശംഖുപുഷ്പമാണ് വൈറ്റ്. പിന്നെ ഇതുണ്ട്, ഇവിടെയുണ്ട് കേട്ടോ. പിന്നെ അവിടെ കണ്ടതുകൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു ഇല അതുകൊണ്ട് ഇതുണ്ട് ഈ കളറുള്ള ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. ഇതൊക്കെ റോസ് ടീ വെച്ചാന്ന് തോന്നുന്നു കേട്ടോ, ഒച്ച കേൾക്കുന്നു. പിന്നെ എന്നാ ഉള്ളത് ഇവിടെ ഫ്രണ്ട്സ്? പിന്നെ വേണ്ട ഇതൊക്കെ ഞാൻ കണ്ടല്ലോ, റോസൊക്കെ ഉണ്ട് കേട്ടോ. ഇതെനിക്ക് പിന്നെയും കാണിക്കാൻ തോന്നുന്നു. നല്ല രസമില്ലേ? നല്ല രസമില്ല, എനിക്കത് പിന്നെയും കാണിക്കാൻ തോന്നുന്നു. ഞാൻ ആദ്യം പ്രശ്നം കണ്ട്. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇതൊക്കെ നമുക്ക് കണ്ടായിരിക്കും. ഇതൊക്കെയാണ് പിന്നെ ഇവിടെ ഉള്ളത്. പിന്നെ ഇതുണ്ടോ, ഇതൊരു റെഡ് കളറുള്ള സാധനം. അയ്യോ, പിന്നെ എന്നാ ഉള്ളത്? പിന്നെ പേരയ്ക്കയുണ്ട്. പേരയ്ക്ക ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഞെക്കി നോക്കി. ഞാൻ എപ്പോൾ എന്നാലും ഇവിടെ നോക്കും. ഇവിടെ വന്ന് നോക്കിയിട്ട് പേരയ്ക്ക ഉണ്ടോ എന്നൊക്കെ നോക്കും. പേരയ്ക്ക ഉണ്ടോ എന്ന് നോക്കുമ്പം ചിലപ്പോൾ കാണും. എനിക്കൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ കാണും, ഇല്ലെങ്കിൽ ഇല്ല. അയ്യോ, ഇതുണ്ടോ ഈ ചെടി? ഇതൊക്കെ കുറച്ചേ ഉള്ളൂ. ഇപ്പം പൂക്കളിടാനുള്ളതുകൊണ്ട് ഞങ്ങളത് പറിച്ചെടുത്തു. അതുകൊണ്ട് കുറച്ചൊക്കെ ഉള്ളു. പിന്നെ എന്നുള്ള ഇവിടെ പിന്നെ ഒരെണ്ണം ആരും ചവിട്ടാതിരിക്കാൻ അമ്മമ്മ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നാരങ്ങയാണോ ഇല്ലെങ്കിൽ പിന്നെ എല്ലാത്തിൻ്റെ പേര് ഓറഞ്ചാണോ എന്നറിയില്ല. എനിക്ക് തോന്നുന്നു നാരങ്ങയായിരിക്കും. എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒരെണ്ണം ഉള്ളത്. നാരങ്ങയും ഓറഞ്ചൊക്കെ ഒരുപോലത്തെ ഇലയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അറിയില്ല. പിന്നെ ഈ ചെടി ഇത് ഞാൻ കാണിച്ചല്ലേ. നല്ല സൂപ്പർ, ഇഷ്ടപ്പെട്ടു. നല്ല കമ്മല് പോലെയുണ്ട്, സൂപ്പറായിട്ട്. പിന്നെ എന്നാ ഇതുണ്ടോ? ഇത് ഏത് പൂവാന്ന് അറിയില്ല. ഞാൻ നേരത്തെ കാണിച്ചില്ലല്ലേ. ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. ചിലതൊക്കെ ഞാൻ ഇങ്ങനെ കാണാതെ പോയി. അത് ഇപ്പോഴായിരിക്കും ഞാൻ കാണിക്കുന്നത്. ഇവിടെയില്ല, ഇതിനകത്ത് പർപ്പിൾ കളറുള്ള പൂ ഇതുണ്ടോ? ഇത് നല്ല രസമുണ്ട് കേട്ടോ, കണ്ടോ? സൂപ്പർ, നൈസ്. ഇത് റോസല്ല, മുല്ലയുടെ വേറെ ഇതാണ്. ഇങ്ങനത്തെ ഉണ്ടാകുന്നത് മുല്ലയുണ്ട്, പക്ഷെ മുല്ലപ്പൂ ഒന്നും ഉണ്ടായിട്ടില്ല. നട്ട് മാത്രമേ നട്ട് കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതൊക്കെയാണുള്ളത്. പിന്നെ എന്നാ അതെ, ഇവിടെ ചെടി കേട്ടോ, എന്തോ നൈസ്, ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഉള്ളത് ഒരു ക്യൂട്ട് സാധനമാണ്. അതുപോലത്തെ എന്താ നല്ല രസമില്ലേ? പിന്നെ ഇവിടെ ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ കൊച്ചി ടി വി കണ്ടുകൊണ്ടിരിക്കുക. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കൊച്ചി ടി വി? ലില്ലി എന്ന് പറഞ്ഞൊരു കൊച്ചി ടി വി ആണത്. നല്ല രസമാണ് കേട്ടോ, ഞാനും കാണാറുണ്ട് ചില സമയത്ത്. നിങ്ങളും ഇപ്പോൾ കൊച്ചി ടി വി ഒക്കെ കാണും എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്താ ഇതൊക്കെ തന്നെയാണല്ലോ ഇവിടെയും. പിന്നെ എന്നാണെന്ന് നിങ്ങൾ ചോദിക്കുന്നത്, എന്നാണെന്ന് എനിക്കറിയില്ല. ഏതോ ചെടി ഇതിനകത്ത് വൈറ്റ് കളപ്പൂണ്ടാവും. ഞാൻ പറിച്ചായിരുന്നു പൂവിടാൻ വേണ്ടി, പക്ഷെ പേരൊന്നും എനിക്കറിയില്ല കംപ്ലീറ്റ്. എനിക്ക് ചിലതിൻ്റെയൊക്കെ അറിയാം, ചിലതൊന്നും അറിയില്ല. പേരൊന്നും എനിക്ക് ചോദിച്ചിട്ടില്ല, പേരൊന്നും എനിക്കറിയില്ല, സത്യമായിട്ട് ഞാൻ പറയുന്നു.
ഇതാണ് പൂക്കളം. കുളമായി പണ്ടരടക്കിയിരിക്കും. ഇതെന്നാന്ന് വെച്ചാൽ അവളോട് ഞാൻ പറഞ്ഞേ, എടി നമുക്ക് വീഡിയോ എടുക്കാടി, എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാം. അവളോ നമുക്ക് ഈ ലില്ലി എന്ന് പറഞ്ഞ പടം കാണണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇവൾ വലിയ കാര്യത്തിൽ പോയത്. അപ്പം ഞാൻ പറഞ്ഞു കണ്ടോന്ന് ഞാൻ പറഞ്ഞു. വലിയ കാര്യത്തിൽ ചാടിത്തുള്ളി പോയതായി തട്ടിക്കൊണ്ട്. പിന്നെ അതെല്ലാം കൂടെ വാരിക്കോരി ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. സൂപ്പറായിട്ട് പോകാം. അയ്യോ, പിന്നെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ അങ്ങോട്ടും ഒന്നുമില്ല. ഇവിടെ സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ട് ഒന്നും കാണുന്നില്ല. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.